ഹലോ. ഹലോ. ആ ഹലോ, ഇത് അണ്ടി എടുക്കുന്ന സ്ഥലമല്ലേ? അതെ. ആ, എങ്ങനെയാ റേറ്റ് അണ്ടിക്ക്? റേറ്റ് നമ്മള് അതിന്റെ വലിപ്പം നോക്കിയിട്ടും കാമ്പെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുക. ഓ, അങ്ങനെ നോക്കുവാ. ആ ആ ആ അപ്പോ കൊണ്ടാന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ വില പറയുള്ളൂ അല്ലേ? അങ്ങനെ പറയൂ. ആ, നല്ല കാമ്പുള്ളതിന് എത്ര കിട്ടും? നല്ല കാമ്പുള്ളതിന് പിന്നെ ചെറുത് അതിനേക്കാളും കുറച്ചും കൂടി അധികം വില കൊടുക്കും നമ്മള്. ശരിയായ വില കൊടുക്കും. ആ, ആ. അല്ല, നിങ്ങളെടുക്ക എത്രയുള്ളേ? നമ്മടുത്ത അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഉള്ളത് എത്രയാന്ന് എന്നാല്? അന്തരിക്ക ഒരണ്ടിയേ ഉള്ളൂ. ഒരണ്ടിയാ? ആ ഒരണ്ടിയാ നിങ്ങൾക്ക് വിൽക്കാനുള്ളത്? ആ ഒരണ്ടി. ഉം. ആ, ഒരണ്ടി ആയിട്ട് എടുക്കൂല. അല്ല, ഒരണ്ടി ഇല്ല ആ, നിങ്ങള് നല്ല കാമ്പുള്ള അണ്ടിയാന്ന്. അതെ, മനസ്സിലായി. അല്ല, ഒരണ്ടി എന്ന് പറയുമ്പോ അതെ, അല്ല, ഞാന് ഒരണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ട് എങ്ങനെ കാമ്പുണ്ട് നോക്കുക, കയ്യിലിങ്ങനെ വെച്ചിട്ടാണോ നോക്കുക? നമ്മൾ അണ്ടി കൊണ്ടുവന്നാല് കയ്യിൽ പിടിച്ചിട്ടല്ലേ നോക്കൂ, എടുത്തിട്ട് നോക്കൂലേ? ആ, എന്നാ നിങ്ങൾ എടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല കാമ്പുണ്ടെന്ന് മനസ്സിലാവും. അന്നേരം അങ്ങനെ വില അന്നേരം കൂട്ടുവാ? അന്നേരം വില കൂടും. കാമ്പുള്ളത് പോലെ വില കൂടും. ആ, ഒരണ്ടിയേ ഉള്ളൂ. ഒരണ്ടിയാ? ആ, അല്ല, ഒരണ്ടി വിറ്റിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടുക? ഒരണ്ടി വിറ്റിട്ട് എന്താ വഴി? ഉള്ള തരണോ? അല്ല, നിങ്ങള് ഇതായിരുന്നു വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്ന കുറച്ച് ദൂരെ നിന്നാണ്, എന്നാലും അതിനടുത്ത് തന്നെ. അല്ല, ഇതാരാ? ഇതാ ആ ഞാൻ അണ്ടി വെക്കാനുള്ള ആള്. അല്ല, ഈ ശബ്ദം എനക്ക് എന്തോ ഒരു പരിചയമുള്ള പോലെ ഉണ്ടല്ലോ. അങ്ങനെ പരിചയമുള്ളതായിരിക്കൂല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയായിരിക്കും. ഉണ്ട് ഉണ്ട്, നല്ല പരിചയമുണ്ട്. നിങ്ങൾ അണ്ടി എടുക്കുന്ന തന്നെയല്ലേ? അണ്ടി എടുക്കുന്ന ആൾ തന്നെയാണ്. ആ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അണ്ടീന്റെ വിലയില്ലേ എനിക്ക് അറിയണ്ടേ? പിന്നെ പരിചയമുള്ള സൗണ്ട് എല്ലാം എന്തിനാ അപ്പൊ നോക്കുന്നു? അല്ല, ഈ ശബ്ദം എനക്ക് നല്ല പരിചയമുണ്ട്. ശബ്ദം പരിചയമുണ്ടോ? അതെങ്ങനെ? എനക്ക് മനസ്സിലായി കേട്ടാ. ഞാൻ- ഞാനല്ലേ? ആര്? ഞാൻ അണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ടാണ്. അല്ല, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കൊട്ടത്തന്നാല് ഞാൻ ഏ, എടുത്തോളാം. ഞാൻ എടുക്കുവാ. നിനക്ക് ആവശ്യമില്ലെങ്കിൽ കൊണ്ട് തന്നേന്ന്. ആവശ്യമെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിക്കല് ഞാൻ തൂക്കിയിട്ടങ്ങ് തരാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ഇപ്പൊ നിന്റെ ആവശ്യം അതിനെ കൊണ്ടില്ലേ? എനിക്ക് ആവശ്യമില്ലേ? എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിക്കല് ഞാൻ തരാന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. എന്താ? അല്ല, അനക്ക് ആവശ്യമുണ്ട്. തരാൻ പറ്റുമെങ്കിൽ തന്നെ. എനിക്ക് ആവശ്യമില്ലെങ്കിലേ. ഞാൻ കുറെ ദിവസമായി നിങ്ങളോട് ചോദിക്കണം നിൽക്കുന്നത്, എൻ്റെ അടുത്ത് ഉള്ള അണ്ടി വേണോന്ന്. അതോട്ടാണല്ലേ നീ അന്ന ഇത് ഇത്രയും കളിപ്പിച്ചേ? കളിപ്പിച്ചൊന്നുമല്ല, ശരിക്കും പറഞ്ഞാല് കളിക്കാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്, അണ്ടി വേണോന്ന്. കളിക്കാനാ? പിന്നെ ഞാനെന്താ ചോദിക്കണ്ടേ? പറ, വേണോ? വേണമെന്നുണ്ട്. നീ തരുമെങ്കിൽ താ എന്നാലും. അത് നിങ്ങളല്ലേ തീരുമാനിക്കണ്ടേ, തരുമെങ്കിൽ താന്ന് പറയാ. നീ തരാതെ അല്ല, അനക്കാവശ്യമുണ്ടേനു. അങ്ങനെ തൂക്കിയിട്ടെടുക്കാനാ? എന്റെ വണ്ടിക്ക് നല്ല കാമ്പുണ്ടല്ലോ, പിന്നെ തൂക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പറയാം, നല്ല കാമ്പുണ്ട്. നിങ്ങൾ എടുക്കുമെങ്കിൽ ഞാൻ കൊണ്ടുത്തരും. ഞാനെടുക്കാന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേറെ ആർക്കും കൊടുക്കാനില്ലേ? ആവശ്യക്കാരൊന്നും ഇല്ലേ ഇപ്പൊ? വേറെ ആയിരിക്കും കൊടുക്കാനുണ്ടപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കോ? എനക്ക് ആവശ്യമുണ്ട്. നീ നാളെ കൊണ്ടെത്തന്നാല്? നാളെ എവിടെയാ കൊണ്ടുത്തരണ്ടേ? കടയില്.
ഞാൻ പറയുന്നില്ല. കടയിലാ വരണ്ടേ? ഉം. കടയിലല്ല, ഞാൻ പറഞ്ഞ വീട്ടിൽ കൊണ്ട് തരട്ടേന്ന് ചോദിച്ചു. ഉം. വീട്ടിലാണെങ്കിൽ വീട്ടില് മറ്റേ ഉം? ആ എല്ലാം കണക്കാ. വീട്ടിലായാലും കടയിലായാലും. വീട്ടിലായാലും കടയിലായാലും നോക്കാം. ഉം. തമാശയാക്കല്ല, ഞാൻ കാര്യം പറഞ്ഞേ. നിങ്ങള് വീട്ടില് ഏഹ്, പുള്ളിക്കാരനില്ലാത്ത സമയത്ത് ഉണ്ടാവും, അത് പറ. പുള്ളിക്കാരൻ രാവിലെ ജോലിക്ക് പോകും. ഉം. അപ്പം രാവിലെ നിങ്ങളും കടയിലേക്ക് പോകൂലേ? കടയിലേക്ക് പോകും. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ രാത്രി എത്തും. വൈകുന്നേരം വീട്ടിൽ പോകുമല്ലോ. വൈകുന്നേരം വീട്ടിൽ പോകും. ആര്? ഞാൻ കടയിൽ വന്നിട്ട്. ഉം. ഉം. എത്ര മണിക്കാ പുള്ളിക്കാരൻ കട? രാത്രിയേ വരൂ. ആ, കടയിൽ നിന്ന് എത്ര മണിക്കാ പോവാ? ഞാനൊരു 5 മണി കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഏഹ്. ഉം. എന്നാലും വീട്ടിൽ ചെന്ന വീട്ടിലെത്തുമ്പോ ആരും ഉണ്ടാവൂല. ഇല്ല, വീട്ടിലെത്തുമ്പോ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവും. ഉം. എന്നിട്ട് എന്നിട്ട് ഉം. എന്നിട്ട് എന്റെ എടുക്കുകയോ? ആ, നീ കൊണ്ടുത്തന്നാ എടുക്കും. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ എടുക്കാൻ. ഉം. ഉം. ഇല്ല, പൈസ കാമ്പെല്ലാം പിന്നെ പ്രശ്നമില്ലല്ലോ. കാമ്പുണ്ട്. കാമ്പ് ഇത് ഇത്ര വലിയ കാമ്പാണെന്നോന്ന് പിന്നെ ചോദിച്ചത്. നല്ല കാമ്പുണ്ടായിരുന്നു. അത് വലിപ്പം കണ്ടാൽ അറിയില്ലേ വണ്ടിന്റെ കാമ്പ്? അല്ല, വലിപ്പം കണ്ടാൽ അറിയില്ലേ? ആ, അതോടന്നെ പറഞ്ഞു. എന്നിട്ട് നാളെ ഇന്ന് വൈകുന്നേരം പറ്റൂല. ഇന്ന് വൈകുന്നേരം നീ വിളിച്ച് ചോദിക്കുമ്പോ എടുക്കാൻ എനിക്ക് പറ്റുമോ? ഇരുന്നാണ്. അല്ല, ഇന്ന് ഏതായാലും നീ വരണ്ട. അതെന്താ? നാളെ വാ. നാളെയോ? ആ, എന്റെ ഇടാ സഞ്ചാരം കൊണ്ടായിരുന്നു കേട്ടോ. സഞ്ചി എന്തിനാ? നീ എന്റെ അടിയിൽ നോടൂലേ? അങ്ങനെയല്ല, ഉം. വണ്ടി അങ്ങോട്ട് എടുക്കുമ്പോ അതിന്റെ അകത്ത് എന്തെങ്കിലും സഞ്ചി എന്തെങ്കിലും ഇടണോന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പച്ചക്കന്നെ അങ്ങ് എടുക്കൂലേ? പച്ചക്കറി എടുക്കാം. ഞാൻ എന്നിട്ട് ഇതിനിടയ്ക്ക് ചോദിച്ചാൽ നിങ്ങള് ഒന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ ഇപ്പം വേറെ നമ്പറിൽ വിളിക്കേണ്ടി വന്നത്. ഓ, അതുകൊണ്ടാണല്ലേ നീ ഇത്രയും പറഞ്ഞിട്ട്. ആ, വേറെ എന്തെങ്കിലും പറയുന്നത് പിന്നെ വെച്ച് പോയിക്കടയെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ശബ്ദം പിടിച്ചല്ലേ? നിന്റെ ശബ്ദം എനിക്ക് വേഗം പിടിക്കാൻ കിട്ടും. അതെങ്ങനെ? അതിന് മാത്രമൊന്നും നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടില്ലല്ലോ. അതങ്ങനെയാണ്. അത് ശരി. അല്ല, അന്ന് എന്നിട്ട് പറയാൻ വലിയ പരിശോധിച്ച് അതൊന്നും നടക്കൂല, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെ താണില്ല എല്ലാം പറഞ്ഞ്. അല്ല, ഒരാള് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഓഹോ, അത് ശരി. അതാണല്ലേ. ഇങ്ങനെ തോന്നി. ഞാന് അന്നേരം ഇങ്ങനെ നോട്ടോട്ട് വെക്കുക, പിന്നെ എനിക്ക് വന്ന പിന്നെ ഇങ്ങനെ വിളിക്കാം. അതായത് അണ്ടിപ്പീടിയിലാണല്ലോ പണിക്ക് പോകുന്നത്. നിങ്ങളെ മുതലാളി ഫോൺ എടുക്കാത്ത അയാളടിയില്ലേ? അയാൾ ഇടിയില്ല, അല്ലെങ്കിൽ ഇത്ര അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അയാളല്ലേ എടുക്കോ? അയാൾ കൊടുക്കും. അത്യാവശ്യം ഞാൻ തന്നെ എടുക്കും അധികം. ഇനി അയാളാണെങ്കിൽ അന്റീന്റെ വില ചോദിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വിളിച്ചത്. അപ്പൊ എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായിട്ടില്ല? ശബ്ദം കിട്ടുമല്ല, പിന്നെ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. എന്നാ പറയാ മനസ്സിലാവണ്ടേ? അപ്പൊ ഇന്ന് നടക്കൂല, നാളെ വരണോ? ഇന്ന് ഏതായാലും നടക്കൂല. ഞാനൊന്നും ഒരുക്കിയിട്ടില്ല. ഒരിക്കാനെന്നാ? അതിന് കുറച്ച് ഒരിക്കലും പോണം. കുറച്ച് വൃത്തി മെനിയെല്ലാം വേണ്ടേ? അത് വേണം, കുറച്ചില്ല, നല്ല വൃത്തി വേണം. നാളെ ലീവാക്കാനും പറ്റൂല. പറ്റൂലല്ലേ? നീ വൈകുന്നേരം തന്നെ വാ. ആകുമ്പോ തിരക്കാക്കണ്ടേ? തിരക്ക് എന്നാ എനിക്കൊന്ന് ഇത്ര ഇത് തിരക്ക്. കൊറേ കാലമായില്ലേ ഞാനിത് ഇങ്ങനെ വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടല്ലേ തിരക്ക്. തിരക്കൊന്നും കൂട്ടണ്ട, സമയം ഇഷ്ടം പോലെ ഉണ്ട്.
ഇഷ്ടംപോലെ ഉണ്ട് പറഞ്ഞാല് ഇന്ന് കെട്ടിയോൻ വരൂലേ? ആ കെട്ടിയോ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വരൂ. മനസ്സിലായില്ല നിങ്ങള്. അല്ല പകലാവുമ്പോ പിന്നെ ഞാൻ ലീവ് എടുത്താലും പകലാവുമ്പോ പിന്നെ കുറ്റം ചോദിക്കൂലേ, നീ ഇതിനെ ലീവ് എടുത്തിന്. എന്നാ നാളെ എന്നാ ഓക്കെ.